ദ അൾട്ടിമേറ്റ് ആക്ഷൻ, ഏറ്റവും ഉന്നത പ്രവൃത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളും പറയണം, നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പം ദൈവത്തെ സ്തുതിക്കണം. ഈശോയെ നന്ദി, ഈശോയെ നിങ്ങൾ അലക്കാൻ പോകുമ്പോൾ സ്തുതിക്കണം. അമ്മച്ചിക്ക് ഒരു ചെറിയ വിറയിൽ പോലെന്തോ അമ്മച്ചി എന്നാ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന പറയും, എൻ്റെ കുഞ്ഞെ ഞാൻ പ്രാർത്ഥിക്കുകയാടാ. നിങ്ങൾ ആവുന്നത് പോലെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന 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 എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ സ്തുതി പറഞ്ഞേ. ഹല്ലേലൂയ 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 അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിൻ വചനം കേൾക്കാൻ ഞാനിതാ അണയുന്നു അമ്മേ. പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിൻ വചനം കേൾക്കാൻ ഞാനിതാ അണയുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം ആണോ? പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തിൻ വചനം കേൾക്കാൻ ഞാനിതാ അണയുന്നു അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്കിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ, ഒരുപാട് വിടുതൽ നൽകിയ, ബോധ്യം നൽകിയ, വ്യക്തി ജീവിതത്തെ സ്വാധീനിച്ച ഒരു ഒറ്റ വചനം, അത് മുഴുവൻ പങ്കുവയ്ക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് വീണ്ടും ദൈവം അനുവദിക്കുന്ന സമയത്ത് കേൾക്കാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മളെ സ്വാധീനിക്കുകയും വചനത്തിൻ്റെ ഉൾക്കാമ്പായ, വചനത്തിൻ്റെ അകത്തെ തേൻ, ജ്ഞാനം നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോഴാണ് വചനം നമ്മളെ പടുത്തുയർത്തുന്നത്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അതൊരു മന്ത്രം പോലാകത്തേ ഉള്ളൂ. വചനം പഠിക്കുക എന്നതിനേക്കാൾ വചനം കാണാപ്പാടം പഠിക്കാത്ത ഒത്തിരി പേരുണ്ടാകും. സാരമില്ല. പക്ഷെ ഒരു വചനമെങ്കിലും നമ്മുടെ ഉള്ളിനെ തൊടുമ്പോഴാണ് അതിൻ്റെ ജ്ഞാനം, അതിനകത്ത് ഈ പൂവിൻ്റെ അകത്തെ തേൻ പോലെ ദൈവവചനത്തിൻ്റെ അകത്തെ ജ്ഞാനം നമ്മളെ തൊടുമ്പോഴാണ് ശരിക്കും ദൈവവചനം നമ്മളെ പടുത്തുയർത്തുന്നത്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഇല്ലാത്ത പക്ഷം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി വചനം നമ്മൾ ഉപയോഗിക്കുന്നു. വരാവുന്ന ഒരു വലിയ അപകടം ഇതൊക്കെയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി വചനം ഉപയോഗിച്ചാലും ദൈവം പ്രവർത്തിക്കും. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. അപ്പം നമ്മുടെ ആൾക്കാർ വന്നു, ഷാജി അച്ഛാ വീട് വയ്ക്കാൻ ഒരു വചനം പറഞ്ഞു തരാമോ? ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു വേദന തോന്നും. അച്ഛാ മകളെ കെട്ടിക്കാൻ പറ്റിയൊരു വചനം പറഞ്ഞു തരാമോ? ശരിക്കും എന്തൊരു പാപ്പരത്വമാണ്. പക്ഷെ നമ്മൾ അതിനപ്പുറം വളരുന്നത് വചനം പഠിച്ചിട്ട് വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഒരാൾ എത്തുമ്പം നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മുടെ മുമ്പിൽ സന്നിഹിതമാവുകയാണ്. കാരണം അങ്ങനെ സെൽഫ് കൺസ്ട്രക്റ്റീവ് ആണ് വചനം. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. വചനത്തിന് നിർമ്മിക്കാനുള്ള അവകാശം നൽകിയ ദൈവം അയച്ചിരിക്കുന്നത്. ഒരു റോബോട്ടിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ റോബോട്ടിനെ നിരന്തരം ഒരാളിരുന്ന് നയിക്കുകയാണോ? അതിനെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. ഒരു വചനത്തെ ഈശോ തന്നെയായ വചനത്തെ നമുക്ക് ലഭിക്കുമ്പം നമ്മൾ ആ വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് എത്തുമ്പം ആ വചനവും ഇതര വചനങ്ങളും ഉദ്ദേശിക്കുന്ന അഭിഷേകവും കൃപാസമൃദ്ധിയും നമുക്ക് ലഭിക്കുകയാണ്. ഒരുമിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചില ആൾക്കാർ പറയാ, അച്ഛാ കച്ചവടം മുടങ്ങിപ്പോയി, അതിൻ്റെ കെട്ടൊന്നഴിക്കാൻ കച്ചവടം വളർത്താൻ പറ്റിയ ഒരു വചനം തരാമോ? ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ആ മനുഷ്യരോട് അതിനപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. രണ്ടാമത് വിളിച്ചാൽ അവരോട് കാര്യം പറഞ്ഞു കൊടുക്കും, ഇത് ശരിയല്ല.
നമ്മൾ പലപ്പോഴും കാര്യസാധ്യത്തിന് വേണ്ടി ചില ആൾക്കാർ പറയുന്നു, അച്ഛാ ഞാൻ അച്ഛൻ തന്ന വചനമുണ്ടല്ലോ വെച്ചാൽ 1000 തവണ എഴുതാൻ. ഞാൻ അങ്ങനെ പറയാറില്ല, എനിക്ക് ഇഷ്ടവുമില്ല. എങ്കിലും നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ പറയും, ചേട്ടാ അങ്ങനെയാണ് ഈ വചനം ഒരു 100 തവണ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക. അതങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വചനത്തിൻ്റെ തേൻ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും വീഴാനാണ്. അപ്പൊ ചില ആൾക്കാർ ഉടനെ പറയും, എൻ്റെ അച്ചു അത്ഭുതം, അച്ഛൻ എന്നോട് 100 തവണ പറയാനാ പറഞ്ഞത്, എൻ്റെ അച്ഛോ ഞാൻ 25 തവണ പറഞ്ഞപ്പം അത്ഭുതമുണ്ടായി, ഇതൊരു അത്ഭുത വചനമാണല്ലോ. ഞാൻ പിന്നെ ഓർക്കും, തമ്പുരാനെ പറഞ്ഞത് പിന്നെയും ഉള്ളതും കൂടെ പോയല്ലോ. ഈ വചനത്തിനൊരു മാന്ത്രിക സ്വഭാവം കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ നമ്മുടെ കുടമാളൂരിൽ പ്രത്യേകിച്ച് മാണിയച്ഛനും നമ്മുടെ കൊച്ചച്ഛന്മാർ ഇത്ര നിതിനച്ഛനൊക്കെ എത്ര കരുതലോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മളപ്പം മഠയന്മാരായി പോകരുത്. വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുമ്പം ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. വലതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധ കൂടപ്പുറപ്പുകളെ, ഇന്നൊരു വചനം നമ്മൾ പഠിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ അത് പഠിക്കണം. 2 സാമുവേൽ 7:26. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നിടത്തെല്ലാം പറഞ്ഞു തീരാത്തൊരു വചനമായത്. കേൾക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. പറയാമോ? 2 സാമുവേൽ 7:26. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. പറഞ്ഞേ. ബൈബിൾ ഉണ്ട്, തുറന്ന് കേട്ടോ. സർവശക്തനായ കർത്താവാണ്. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു പോയി, ബൈബിൾ ഉള്ളവർക്ക് വായിക്കാം കേട്ടോ. 2 സാമുവേൽ 7:26. ബൈബിൾ പലർക്കും ഉണ്ടെങ്കിൽ ഒരുമിച്ച് വായിക്കാം. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ്, പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം. ഇത്രയും പേര് വചനം വായിക്കുന്നതിന് തന്നെ ഞാൻ തന്നെ കൈകൊട്ടി നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുക കേട്ടോ. വലിയ കാര്യം. ഞങ്ങൾ കുണ്ടറ എന്നൊരു സ്ഥലത്ത് ധ്യാനം നടക്കുക. കുണ്ടറ എന്നൊരു സ്ഥലത്ത് ഒരു ലത്തീൻ പള്ളിയിൽ ധാരാളം മനുഷ്യരുണ്ട്. ഒരു മനുഷ്യൻ പോലും ബൈബിൾ കൊണ്ടുവന്നില്ല. ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞപ്പോൾ പിന്നെ 2 അമ്മമാർ കൊണ്ടുവന്നു. പിന്നെ ബാക്കിയുള്ള 3 പേര് ബൈബിള് ഫോണിൽ കൊണ്ടുവന്നു. ഏതാനും ഒരു പേപ്പർ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ ഇത്രയും പേര് വായിക്കുന്നല്ലോ, വലിയ കാര്യം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 സാമുവേൽ 7:26. വീണ്ടും വായിച്ചാട്ടെ. അങ്ങയുടെ നാമം ഇസ്രായേലിന്റെ ദൈവമെന്ന് അപ്പം ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചേ. അതായത് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. പറയാമോ? എല്ലാവരും പറയാമോ? സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അപ്പം അതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ ദാസനായ ഈ അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ എന്ന് വെച്ചാൽ ദാവീദിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എൻ്റെ കുടുംബം ഒലയരുത്, എൻ്റെ കുടുംബം ഈ പ്രശ്നത്തെ അതിജീവിക്കണം, എൻ്റെ കുടുംബം എങ്ങും തലകുനിക്കരുത്, ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകരുത്. അങ്ങയുടെ മുമ്പിൽ പാറ പോലെ അടിയൻ്റെ കുടുംബം, ചേലക്കര കുടുംബം അല്ലെങ്കിൽ ഇത്തിപ്പറമ്പിൽ കുടുംബം, എൻ്റെ തമ്പുരാനെ അങ്ങയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണമേ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മുടെ എല്ലാവരുടെയും ന്യായമായ ഒരു ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തിന് വേണ്ടി ദാവീദ് 2 കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബം സുസ്ഥിരമാകാൻ, ഉടയാതിരിക്കാൻ, ഉലയാതിരിക്കാൻ, അഴിയാതിരിക്കാൻ, അഴുകാതിരിക്കാൻ ദാവീദ് 2 കാര്യം ചെയ്യുക. ഒന്ന്, ദാവീദ് പറയുക അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. 2, അങ്ങാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അപ്പം ഞാൻ നിങ്ങളെ പഴയ 4ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ടൊരു 4ാം ക്ലാസ്സിലാണ് ഇരിക്കുന്നതെന്ന് കരുതി എളിമയോടൊരു ചോദ്യം ചോദിക്കുക. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ എന്നത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? തേണ്ട കിടക്കുന്നത് അച്ഛന് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാണ്. അന്ന് ടീച്ചർ ചടുക്കോ പുടുക്കോ എന്ന് അടിച്ചിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. രാമൻ ഓടുന്നു, സീത ഓടുന്നു, രാമൻ സീതയാൽ, സീത രാമനാൽ ഓടിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം 4ാം ക്ലാസ്സിൽ നമുക്ക് ഒരുറപ്പും കിട്ടിയിട്ടില്ല. പിന്നെ ഈ 48ാം വയസ്സിൽ അച്ഛന് വേറൊരു പണിയില്ലെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നമുക്കിതൊന്ന് മനസ്സിലാകണമെങ്കിൽ ഇത് കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? തെറ്റിപ്പോയാൽ നാണമാവുന്നോർത്ത് നിങ്ങൾ പറയുന്നില്ല, സാരമില്ല. ഇത് കർമ്മണി പ്രയോഗമാണ്. അതായത് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. തിരിച്ച് കർത്താവ് ആദ്യത്തെ പദമാകുമ്പം ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു എന്നതിൻ്റെ കർമ്മണി പ്രയോഗമാണ് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ അങ്ങ് കളയും.
അതാണ് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്നത് കർമ്മണി പ്രയോഗമാണ്. കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുക. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. അപ്പൊ അത് കർത്തരി പ്രയോഗമാക്കിയാൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന. അപ്പൊ അങ്ങനെ പറയാമോ? ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. 2, അങ്ങാണ് സർവശക്തനായ കർത്താവെന്ന് ഇസ്രായേലിൽ പ്രഘോഷിക്കപ്പെടട്ടെ. കിടക്കുന്നത് അതും കർമ്മണി പ്രയോഗമാണ്. കർത്തരി പ്രയോഗമാക്കിയാൽ അങ്ങാണ് സർവശക്തനായ കർത്താവെന്ന് ഇസ്രായേലിൽ ഞാൻ പ്രഘോഷിക്കുന്നു എന്നാണ്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ശ്രദ്ധിച്ച്. ദാവീദ് പറയുക, ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, അങ്ങാണ് സർവശക്തനായ കർത്താവെന്ന് ഇസ്രായേലിൽ ഞാൻ പ്രഘോഷിക്കുന്നു. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞ ദാവീദ് നെഞ്ചുറപ്പോടെ നിന്ന് പറയുക, ആയതിനാൽ ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, അതിൻ്റെ ഫലമായി അപ്പ അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമോ? അപ്പോൾ ഒരു കുറുക്ക് വഴി ബൈബിള് പറഞ്ഞു തരിക. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, അങ്ങാണ് സർവശക്തനെന്ന് പ്രഘോഷിക്കുന്ന കുടുംബം ഉലയാൻ ദൈവം സമ്മതിക്കില്ല. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ കരങ്ങൾ താഴ്ത്തിയാട്ടെ. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നിർവഹിക്കാവുന്ന ദ അൾട്ടിമേറ്റ് ആക്ഷൻ, ഏറ്റവും ഉന്നത പ്രവൃത്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാന മുഴുവൻ സ്തുതിപ്പാണ്. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എല്ലാം സ്തുതിയാണ്. നിങ്ങൾ നോർത്തു എന്തോരം തവണയാ നിങ്ങൾ ശബ്ദമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കാനാ പറഞ്ഞേ. ഉച്ചസ്വരത്തിൽ സ്തുതിക്കേ, ഒന്നായി ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കേ. മനുഷ്യനെ നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിതനെ നേരിട്ട് അർപ്പിക്കാവുന്ന ബലിയുടെ പേരാണ് പരിശുദ്ധ കുർബാന. ഒരുമിച്ച് പറ ഹല്ലേലൂയ. ആത്മായ സഹോദരങ്ങളായി നിങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനേ പറ്റുകയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് അർപ്പിക്കാവുന്ന നിരന്തര ബലിയുടെ പേരാണ് സ്തുതിയുടെ ബലി. 2 കരങ്ങളും ഉയർത്തി പറ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറ ഹല്ലേലൂയ. ഒരു മനുഷ്യന് ദൈവത്തിന് ഏത് അപ്പനും ഏത് ജോലിക്കാരനും ദൈവത്തിന് കൊടുക്കാവുന്ന നിരന്തര ബലിയുടെ പേരാ സ്തുതി. ഇന്ന് എത്ര കഷ്ടപ്പെട്ട ഒരു നല്ലവനാണെങ്കിലും നമ്മുടെ പള്ളിയിൽ 100-250 പേര് കുർബാന കൂടിക്കാണും. ഇന്നിപ്പം നിങ്ങൾ 100-200 പേര് കുർബാന കൂടിക്കാണും. പക്ഷെ എത്രയോ പേർക്ക് പള്ളി വരാൻ പറ്റില്ല. പക്ഷേ പരിശുദ്ധ കുർബാനയുടെ എക്സ്റ്റൻഷനാണ് നിരന്തര സ്തുതി. ഇന്നത്തെ ദിവസം നിങ്ങളത് പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ അതിരൂപതയുടെ അച്ഛനുണ്ട്, കോടിക്കൽ അച്ഛൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോടിക്കൽ അച്ഛൻ ഞങ്ങളോട് സെമിനാരി വെച്ച്, ഞാൻ അല്പസമയം അച്ഛൻ്റെ ശിഷ്യത്വത്തിൽ വളർന്നിട്ടുള്ളൂ. അച്ഛൻ പുതിയതായിട്ട് സ്പിരിച്വൽ ഫാദറായിട്ട് വന്നപ്പോൾ പറഞ്ഞു തന്നു, മക്കളെ, നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പം ദൈവത്തെ സ്തുതിക്കണം. ഈശോയെ നന്ദി, ഈശോയെ നിങ്ങൾ അലക്കാൻ പോകുമ്പോൾ സ്തുതിക്കണം. ഞങ്ങൾ തമ്മിലൊക്കെ പറയുന്നത് പിന്നെ അലക്കാൻ പോകുമ്പോൾ സ്തുതിക്കുന്നു, പിന്നെ കുളിക്കാൻ പോകുമ്പോൾ സ്തുതിക്കുന്നു, വേറൊരു പള്ളി സ്തുതി ഇച്ചിരി കളിയാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈരപ്പള്ളി പണിയാൻ തുടങ്ങിയപ്പം, ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ കോടിക്കലച്ചൻ്റെ രൂപം വന്നു. പുല്ല് പറിച്ചപ്പോഴും, കുഴി കുഴിച്ചപ്പോഴും, ചാന്ത് തേച്ചപ്പോഴും, കല്ല് പെറുക്കിയപ്പോഴും വെറുതെ സ്തുതിക്കാൻ തുടങ്ങി, നിരന്തരം സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഒരു ദേവാലയം തമ്പുരാൻ തന്നത്. നിർമ്മാണ പ്രവർത്തനമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവന് ഒരു ദേവാലയം പണിയാൻ പറ്റിയത്. അപ്പം ഞാനൊരു കാര്യം ഓർത്തു. പണ്ടെൻ്റെ വീട്ടിൽ എനിക്ക് മനസ്സിലാകാതിരുന്നൊരു കാര്യമുണ്ട്. എൻ്റെ മറവിയിൽ കിടന്നൊരു കാര്യം. എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ചുണ്ടനങ്ങുന്ന കാണാം, അമ്മച്ചിയുടെ തല ഇങ്ങനെ വെട്ടുന്നോ കാണാം. അപ്പം ഞാൻ ഓർത്ത് അമ്മച്ചിക്ക് ഒരു ചെറിയ വിറയിൽ പോലെ എന്തോ. ഇനി അമ്മച്ചി എൻ്റെ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കും, പറയും, എൻ്റെ കുഞ്ഞെ ഞാൻ പ്രാർത്ഥിക്കുകയാടാ. എപ്പോഴും മത്തി വെട്ടുമ്പോഴും അരി കഴുകുമ്പോഴും അരി ഇടുമ്പോഴും ഞാൻ പെട്ടെന്ന് ഓർത്ത്, കോടിക്കലച്ചൻ എന്നെ എൻ്റെ 16-ാം വയസ്സിലും 17-ാം വയസ്സിൽ പഠിപ്പിച്ച നിരന്തര സ്തുതി എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ പോയി. അമ്മ മത്തി വെട്ടുമ്പോഴും അരി കഴുകുമ്പോഴും ഇങ്ങനെ വെറുതെ പേർത്തും വിറയിൽ വന്നൊരു മനുഷ്യനെ പോലെ സ്തുതിക്കുമായിരുന്നു. ഒരു മനുഷ്യന് സ്വർഗത്തിന് കൊടുക്കാവുന്ന നിരന്തര ബലിയുടെ പേരാണ് സ്തുതിയുടെ ബലി. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയുമോ ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ ഏറ്റവും വിശ്വസ്തരെ, ദൈവത്തെ സ്തുതിക്കുമ്പം, ദൈവത്തെ ആരാധിക്കുമ്പം നമ്മളെല്ലാവരും കൂടി കുടമാളിലെ, ഇപ്പം നോർത്തു, ഇന്ന് കുടമാളിലെ ഒരു 10,000 പേര് നമ്മുടെ പീഡാനുഭവ വെള്ളിയാഴ്ച വരുന്നത് പോലെ അത്രയും ആളുകൾ ഇന്നിവിടെ വന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ മഹിമയും സന്തോഷവും കൂടുകയോ ഇല്ലയോ? പറ.
ഈ ഫൊറോനയിലെ 10,000-കണക്കിന് മനുഷ്യർ ഇന്ന് അറിഞ്ഞു കേട്ട് വന്ന് ദൈവത്തെ ഒറ്റ മനസ്സോടെ സ്തുതിച്ച് ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കൂടുപോയില്ലയോ? സംശയിക്കാതെ ഉറക്കെ പറ. നമ്മൾ ഈ ഒരു 10 ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റാത്തതും ഹൈന്ദവരുൾപ്പെടെ ഒരു 5 ലക്ഷം പേര് ഇവിടെ അങ്ങ് നിറഞ്ഞു നിന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിന്റെ മഹത്വവും സന്തോഷവും കൂടുപോയില്ലയോ? അയ്യോ, എന്തൊരു തണുപ്പാ! കൂടുപോയില്ലയോ? നിങ്ങളെ കളിയാക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ നിഷ്കളങ്കതയോടെയാണ് നിങ്ങളെ കണ്ടു ചോദിക്കുന്നത്. കൂടുപോയില്ലയോ? എന്നോട് ദേഷ്യം തോന്നല്ലേ? കൂടത്തില്ല. അതിനാ ഞാൻ നിങ്ങളെ കൊണ്ട് കൂടും എന്ന് പറയിപ്പിച്ചത്. അതൊന്ന് തിരുത്താനാണ്. കാരണം നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്നത് ഭൂമിയിൽ. ഇപ്പം നിങ്ങൾ അച്ഛനോട് ഷാജി അച്ഛൻ്റെ പാട്ട് കേട്ടിട്ടുണ്ട്, കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പം, ആണോ ഇവിടെ ഏത് പാട്ടാണ് കേട്ടത്? ആ പാട്ടാണോ? കൊള്ളാമല്ലോ. അപ്പം എൻ്റെ സന്തോഷം വർദ്ധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളോട് ചേട്ടാ നന്നായിരുന്നു കേട്ടോ, ഇന്ന് വളരെ മാന്യമായിട്ട് വളരെ ഭംഗിയായിട്ട് ആ കാര്യം ചെയ്തല്ലോ എന്ന് കൈക്കാരനോട് പറയുമ്പോൾ കൈക്കാരൻ്റെ സന്തോഷം കൂടും. അല്ലെങ്കിൽ ചേച്ചിയോട്, ചേച്ചി ഇന്ന് പ്രാർത്ഥന നയിച്ചപ്പം ഭയങ്കര ഭംഗിയായിരുന്നല്ലോ, ആ നിയോഗമൊക്കെ ഭംഗിയായിട്ട് വെച്ചല്ലോ, കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ സന്തോഷം കൂടുന്നത് പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പം ദൈവത്തിൻ്റെ മഹിമയും സന്തോഷവും കൂടുമെന്ന് അഭ്യസ്ത വിദ്യര് പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നത് കൊണ്ട് ഷാജിയച്ഛൻ്റെ അന്നത്തെ കഴിഞ്ഞ പീഡാനുഭവ വെള്ളിയാഴ്ചയുടെ ആ ശുശ്രൂഷ നല്ലതായിരുന്നു കേട്ടോ എന്ന് പറയുമ്പം എൻ്റെ സന്തോഷം. ഒരിക്കലും ദൈവത്തിൻ്റെ സത്തയിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കി. വി കനോട്ട് ആഡ് എനിത്തിങ് ടു ദ എസൻസ് ഓഫ് ഗാഡ്. ദൈവം പരമപരിശുദ്ധിയാണ്, സമ്പൂർണ്ണ വിശുദ്ധിയാണ്, പൂർണ്ണ മഹിമയാണ്. അതിനകത്ത് ആർക്കിനിയൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. ഒന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ച് ദൈവത്തിൻ്റെ സന്തോഷവും മഹിമയും കൂടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ദൈവം പൂർണ്ണ അബ്സല്യൂട്ട് സമ്പൂർണ്ണ സന്തോഷമാണെന്ന്? അപ്പൊ ഏറ്റക്കുറച്ചിൽ ദൈവത്തിലില്ല. ഒരുമിച്ച് പറ ഹല്ലേലൂയ. അപ്പൊ പിന്നെ വാട്ട് ഷുഡ് ബി ദ കെമിസ്ട്രി, വാട്ട് ഷുഡ് ബി ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? ദൈവാരാധനയുടെ ആധ്യാത്മിക രസതന്ത്രം എന്താ? അത് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്കെല്ലാം തെറ്റുപറ്റുന്നത്. ഇത് പഠിക്കാത്തത് കൊണ്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കെ എന്ന്. അറിയാത്ത കാര്യമല്ല, അനുഭവത്തിൽ ഉറയ്ക്കാത്ത കാര്യം, അത്രയേ ഉള്ളൂ കേട്ടോ. അറിയാത്ത കാര്യമല്ല. ശരിക്കും വാട്ട് ഷുഡ് ബി ദ ഡിവൈൻ കെമിസ്ട്രി ഓഫ് വർഷിപ്പ്? ദൈവാരാധനയുടെ ദൈവിക രസതന്ത്രം എന്താ? നമ്മൾ എത്ര ചങ്കുപൊട്ടി ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹിമയും ദൈവത്തിൻ്റെ സന്തോഷവും പൂർണ്ണമാണ്. ആണെൻ്റെ പ്രിയപ്പെട്ടവരെ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ അച്ഛനോ നിങ്ങൾക്കോ പറ്റില്ല. നമ്മളെത്രയധികം സ്തുതിച്ചാലും വി കനോട്ട് ആഡ് എനിത്തിങ് ടു ദ എസൻസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ഉള്ളിൽ അത് കിടക്കണേ. ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആളും പറയണം, ദൈവത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പകരം നമ്മുടെ സ്തുതിയും നമ്മുടെ ആരാധനയും പാവപ്പെട്ട നമ്മളിലേക്ക് കൃപ കൂട്ടിച്ചേർക്കും. എന്താണെന്നറിയാവോ? രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേക്കെന്ന് പറയുമ്പം എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ, പാവപ്പെട്ട ഞാൻ കൊടുത്ത സ്തുതിയും ആരാധനയും ദൈവത്തിന് എന്തിനാ? തന്നാൽ താനല്ലേ അവൻ, അവിടത്തേക്ക് എന്തിനാ? അപ്പോൾ നാം കൊടുത്ത സ്തുതിയും മഹിമയും ആരാധനയും പ്രാബല്യവും രാജ്യവും ശക്തിയും അവിടുന്ന് എന്നിലേക്ക് കൂട്ടിച്ചേർക്കും. ഇതാ ആരാധനയുടെ രസതന്ത്രം. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? അതുകൊണ്ട് ആരാധിക്കുന്നവന്റെ മുഖം പ്രശോഭിതമാകുമെന്ന് ബൈബിൾ പറഞ്ഞത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ ധ്യാനിപ്പിക്കുന്ന ഈ പ്രദേശത്തിനടുത്ത് വെച്ച് ഒരിക്കലും ഒരു മനുഷ്യൻ എനിക്കൊരു ഷർട്ട് കൊണ്ടു തന്നു. ഒരു ഷർട്ട് എനിക്ക് വളരെ പണ്ട് ഡിവൈനിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നിറത്തെക്കുറിച്ച് എപ്പോഴോ പറഞ്ഞു. ഈ മനുഷ്യൻ അത് ഓർത്തിരുന്നിട്ട് ഈ ശുശ്രൂഷ എന്നാ പറ്റി ഇവിടെ അല്ലെന്ന്. അയ്യോ, അവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കാണണമെന്ന്. ഇവിടെ അല്ലെന്ന്, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമ്മൾ കയറി വരാൻ പറഞ്ഞ് ഒരു ഷർട്ട് കൊണ്ടു നോക്കിയപ്പം ഒരു ഷർട്ടാ. ഷാജി അച്ഛനാന്ന് പറഞ്ഞു. സന്തോഷമായി. ഇട്ടപ്പം ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പം അദ്ദേഹത്തിന് വെച്ച് കീറിയ ഷർട്ട്. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ പേര് ഹെൻറി, ജോലി മീൻപിടുത്തം അച്ചോ, വീട് വാടക, മക്കള് പഠിക്കുന്ന അച്ചോ, ഭാര്യ രോഗിയാച്ചോ. ചേട്ടന് വേറെ ഒരു ഈ ഷർട്ടും കൊണ്ട് വാങ്ങാം. അയ്യോ അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ കൊട്ടാരക്കരയിൽ പോയി അച്ഛന് വേണ്ടി വാങ്ങി, അച്ഛൻ ഇടണോ അച്ഛാ? ഞാൻ ഇട്ടു, ഫോട്ടോ എടുത്തു, ചേട്ടൻ്റെ കൂടെ ഫോട്ടോ ഇട്ടു. എനിക്ക് സന്തോഷമായി.
നിങ്ങൾ ശ്രദ്ധിച്ച്, എനിക്കെന്തിനാ ഷർട്ട്? എനിക്ക് ഇപ്പം തന്നെ 5-6 ഷർട്ട് അധികമാണ്. ഞാൻ പൊതുവേ ലോവ എടുത്തിട്ട് യാത്ര, പൊതുവേ ഈ വർഷങ്ങളായി ലോവയില്ലാതെ യാത്ര ചെയ്തിട്ടൊക്കെ എനിക്കെന്തിനാ ഷർട്ട്? ശരിക്കും ഞാൻ നല്ല മനുഷ്യനാണ്, എനിക്കെന്തിനാ ഈ പുതിയൊരു ഷർട്ട്? ഞാൻ നല്ല മനുഷ്യനാണെങ്കിൽ ഞാൻ ചോദിക്കും, ചേട്ടൻ്റെ ഷർട്ടുണ്ടോ? അപ്പം അദ്ദേഹം പറയും, എനിക്കും ആവശ്യത്തിനുണ്ട് അച്ഛാ. എന്നിട്ടാണോ ഈ കീറിയ ഷർട്ട്? അച്ഛാ, മീൻ പിടിക്കുന്ന എനിക്കെന്തിനാ അച്ഛാ നല്ല ഷർട്ട്? അല്ല, പള്ളിയിൽ പോവാൻ അതുകൊണ്ടച്ഛാ. എന്ന് വെച്ചാൽ ഉണ്ടച്ഛാ, 4-5 വർഷം മുമ്പ് ഒരു അച്ഛൻ, ഞാൻ ഞായറാഴ്ചയെ പള്ളിയിൽ പോകത്തുള്ളൂ, അച്ചിരി മങ്ങിയത്, അതുകൊണ്ട് എനിക്കത് മതി അച്ഛോ. പ്രിയപ്പെട്ടവർ, ഞാൻ നല്ലവനാണ്, എന്തെടുക്കും? ഈ ഷർട്ട് എടുത്ത് 10 ഫോട്ടോയോ 100 ഫോട്ടോയോ എടുക്കും, ചേട്ടനെ കെട്ടിപ്പിടിച്ച് നിന്നെടുക്കും, ഞാൻ നന്ദി പറയും, ഒരു പക്ഷെ സമ്മാനവും കൊടുക്കും ഈ സമ്മാനത്തിന്. പക്ഷേ ഞാൻ നല്ലവനാണെങ്കിൽ ഈ ഷർട്ട് മടക്കി തിരിച്ച് ഇറങ്ങുന്നവ കൊടുക്കും. അദ്ദേഹം ഈ പൊതി തുറന്നിട്ട് പറയും, ഷാജിയച്ചാ, ഷർട്ട് അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ ചേട്ടൻ ഈ ഷർട്ട് ഇടണം. എൻ്റെ അച്ഛ പ്ലീസ്. അതിനാണോ അച്ഛൻ ഞാൻ കഷ്ടപ്പെട്ട് പോയി കൊട്ടാരക്കര വാങ്ങിയത്? എൻ്റെ അച്ഛൻ അച്ഛൻ ഇടാൻ വേണ്ടിയിട്ടാ, പ്ലീസ് അച്ഛൻ ഇടുക. ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ നിങ്ങൾ ഇതിടുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്നെ നോക്കിക്കുക, ആ ചേട്ടൻ ഷർട്ട് വാങ്ങിയപ്പോൾ എവിടെങ്കിലും ആഗ്രഹിച്ചോ ഷാജി അച്ഛൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കാം, ഞാൻ നമ്പിയൊക്കെ നിന്ന് കൊടുക്കാം, കൊടുത്ത് പുള്ളി ആ ഷർട്ടൊക്കെ ഇട്ട് കഴിയുമ്പം അന്നൊരു കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാം, അങ്ങയുടെ മുമ്പിൽ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പം പുള്ളി തന്നെ ചോദിക്കും, അയ്യോ ചേട്ടന് കീറിയ ഷർട്ടാണോ? അപ്പം ഞാൻ പറയുമോ, എനിക്കൊക്കെ അത് മതി അച്ഛാ, വലിയ പഞ്ഞം കാണിക്കാം. പഞ്ഞം കാണിക്കുമ്പോൾ ഷാജിയച്ചൻ തന്നെ ഈ ഷർട്ടിങ് തിരിച്ചു തരും. അപ്പം അങ്ങേർക്ക് സമ്മാനം കൊടുത്തെന്ന് വായി, നമുക്കൊന്ന് കിട്ടിയെന്ന് വായി. അങ്ങയുടെ ഇങ്ങനെ കരുതിയിട്ടാണോ, ഈ ഉഡായിപ്പ് മനസ്സിൽ കരുതിയിട്ടാണോ ഈ പാവപ്പെട്ട മനുഷ്യൻ ഷർട്ട് വാങ്ങിയിരിക്കുന്നത്? പറ, ആണോ? ഒരുമിച്ച് പറ, ആണോ? അങ്ങേരത് വാങ്ങിയപ്പം ഞാനത് ഇടണമെന്ന് വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. ഇതാ ആരാധന. ദൈവത്തെ ആരാധിക്കുമ്പം വേറെ ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ആരാധിക്കുന്നതിൻ്റെ പേരാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ആ മലയിലും ഈ മലയിലുമുള്ള ആരാധന പെണ്ണെ എപ്പോഴും നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു. ആരാധിച്ചു എന്നൊരു പേരാ. നീ ഇൻറ്റൻഷനോടുകൂടി നീ ആരാധിക്കുന്നു എന്ന പേരാ, പക്ഷെ നിന്റെ കാര്യമാണ്. ആ മലയിലും ഈ മലയിലുമൊക്കെ തേഞ്ഞും ചെരിഞ്ഞും കരഞ്ഞും ഒരഞ്ഞുമൊക്കെ പോയി നീ ആരാധിച്ചു, കഷ്ടപ്പെട്ടു. പക്ഷെ അതെല്ലാം നിന്റെ ഇൻറ്റൻഷനായിരുന്നു, അതൊന്നും ആരാധനയല്ല. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം, നമുക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല, ദൈവമഹിമ കാണാൻ ആരാധിക്കുക. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുമ്പം പ്രിയപ്പെട്ടവരെ, നാം കൊടുത്ത സ്തുതിയും മഹത്വവും ദൈവം നമ്മിലേക്ക് കൂട്ടിച്ചേർക്കും. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ വേദനയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, പൊട്ടിയ ബന്ധങ്ങളിൽ ദൈവത്തിൻ്റെ മഹിമ വന്ന് പതിക്കും. അങ്ങനെയാണ് ആരാധന സൗഖ്യം ഉണ്ടാക്കുന്നത്. 2 കരങ്ങളും ഉയർത്തി പറയും ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു ആരാധനയാണ് മറിയം കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത്, നമ്മളെപ്പോഴും കേട്ട് ഇതിൻ്റെയൊക്കെ ഭംഗി പോയി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നോട് ഒന്ന് പറയാമോ? എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മൈ അൾട്ടിമേറ്റ് സോൾ ഈസ് വർഷിപ്പിംഗ് ഗാഡ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്നാ? ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഊണ് ഉറക്കത്തിലും പോയി തട്ടിയാലും ചേട്ടാ 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 ഈശോ സ്തുതി, എന്നാ ഈശോ സ്തുതി, ഈശോ സ്തുതി, ഈശോ സ്തുതി. അവരെ എപ്പോൾ വിളിച്ചാൽ, ചില മനുഷ്യർ കണ്ടില്ലേ ബോധം കെട്ട് മരണക്കിടക്കയിലും ഈശോ സ്തുതി, ഈശോ കണ്ടിട്ടുണ്ടോ? അവരുടെ ആത്മാവിൽ ആരാധന കിടക്കുക. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞാൽ, ഞാൻ ഊണിലും ഉറക്കത്തിലും ചിരിച്ചാലും മറിഞ്ഞാലും കരഞ്ഞാലും എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനം, അന്തോളനം, റെസണൻസ് ഓഫ് ദ സോൾ, അത് വർഷിപ്പാണ്. മറ്റൊരു കാര്യത്തിൽ അത് വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ, മറിയം നിലനിന്നത് ആരാധിക്കാനാണ്. എന്നോടൊന്ന് പറയാമോ? മറിയം നിലനിന്നത് ആരാധിക്കാനാണ്. നമ്മൾ ആരാധിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ വ്യത്യാസം? കണ്ടോ? നമ്മൾ ആരാധിക്കുന്നത് അല്ലച്ചാൽ എങ്ങനെയും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മറിയം നിന്നത് ആരാധിക്കാനാണ്. മേരി എക്സിസ്റ്റഡ് ഇൻ ഓർഡർ ടു വർഷിപ്പ്. വി വർഷിപ്പ് ഇൻ ഓർഡർ ടു എക്സിസ്റ്റ്. ഇതാ വ്യത്യാസം. ഞാൻ ഈ പറഞ്ഞ ശരിയല്ലെങ്കിൽ ഈ ശുശ്രൂഷ കൂടരുത്. നമ്മൾ ആരാധിക്കുന്നതും
IELTS കർത്താവ് ആകാശത്തു നിന്ന് ഇറക്കി തരും. ഇറക്കി പള്ളി എങ്ങനെയും പോയി പള്ളിയിലെങ്ങാനും കയറി ഇപ്പം നൊവേനയോ വല്ലതും കൂടി എങ്ങനെയാന്ന് വെച്ചാൽ നേടിയെടുക്കാനുള്ളതിന് തലങ്ങം വിലങ്ങ് ഓടി നടക്കുക. ഇനി തോറ്റിട്ട് എന്നെടുക്കാൻ പോവാ. നമ്മൾ അറിയാതെ പറയുന്നില്ല, ചെറുക്ക നീ എങ്ങനെങ്കിലും പോയി കർത്താവിനെ എന്നാ വേണേ കാണിച്ച് ആരാധിച്ചത് എങ്ങനെ ജയിച്ച് രക്ഷപ്പെടാൻ നോക്ക്. ആരാധനയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഒരിക്കലും ആരാധിക്കുന്നില്ല. നമ്മളൊരിക്കലും ആരാധനയുടെ പേരിൽ നമ്മുടെ ആവശ്യം പറയുക. അതാ മറിയം നിലകൊണ്ടത് ആരാധിക്കാനാണ്, നിലനിന്നത് ആരാധിക്കാനാണ്. ശരിയല്ലേ? പക്ഷെ നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് നമ്മുടെ ആരാധന. വലത് കരവും രണ്ട് കരവും ഉയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ഒരു കുഞ്ഞു ചോദ്യമുണ്ട്. ആരാധന എന്ന ആരാധന എന്താണ്? എന്താണ് ആരാധന? ആരാധന എന്നത് ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് ഒരുവൻ ആത്മാവ് കൊണ്ട് തരുന്ന ഉത്തരവാണ്. ആരാ നിന്റെ ധനം സിസിലി? ആരാ നിന്റെ ധനം ജോർജ് ചേട്ടാ, സെബാസ്റ്റ്യ, പാപ്പച്ച ചേട്ടാ, മിനി, ആരാ നിന്റെ ധനം? അനുമ ചേച്ചി, ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് അങ്ങാണ് സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഇതിൻ്റെ പേരാണ് ആരാധന. മറ്റൊന്നും ആരാധനയല്ല. അങ്ങനെ വരുമ്പം സത്യസന്ധമായിട്ട് പറയുമ്പം നമ്മൾ ആരാധിക്കുന്നില്ല. ഞാൻ ഉദാഹരണമായിട്ട് ഒരു കരിസ്മാറ്റിക്കാരൻ്റെ വർഷിപ്പ് എടുക്കാൻ പോകാം. ഈശോ ഞാനങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ ഈശോ എന്നിട്ട് നാം മഹത്വപ്പെട്ട്. ഹല്ലേലൂയ ഈശോയെ നന്ദി, ആരാധന അങ്ങേക്ക് അറിയാമല്ലോ കർത്താവ്. എൻ്റെ കുഞ്ഞിൻ്റെ IELTS മൂന്നാമത്തെ സാഹചര്യമാണ് എൻ്റെ ഈശോയെ കർത്താവ് കരുണയായിരിക്കണം. പിന്നെ മുഴുവൻ കരുണയായിരിക്കണം. അറിയാതെ നമ്മൾ നമ്മുടെ ഈ 3 phase ഒക്കെ ഇങ്ങനെ അറിയാതെ തെറ്റിപ്പോകുന്ന പോലെ പെട്ടെന്ന് അങ്ങ് ഭയങ്കര സ്തുതി. കർത്താവ് ലോകം മുഴുവൻ രാജ്യം അറിയപ്പെട്ട ഹല്ലേലൂയ ഹല്ലേലൂയ, നിന്റെ മഹത്വത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. തമ്പുരാനെ കരുണയായിരിക്കണം തമ്പുരാനെ ദൈവമേ. ആഗസ്റ്റ് 15-ന് 16-ന് തമ്പുരാനെ ജപ്തിക്ക് ആൾ വരുമ്പോൾ തമ്പുരാനെ കരുണയായിരിക്കണമേ കർത്താവെ. ഒരു വഴി. ഇതൊന്നും തെറ്റല്ല, ഇത് ആരാധനയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആരാധന എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അപകടം വരുന്നതും. അതാ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശരിക്കും ദൈവത്തെ ആരാധിക്കുമ്പം നമ്മൾ കൊടുത്ത മഹിമ അടിയന് ദൈവം തിരിച്ചു തരുമെന്ന ബോധ്യം കത്തോലിക്കനില്ല. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ നമ്മളെക്കാൾ എത്രയോ മേളില പ്രബോധനത്തിൻ്റെ ഒന്നും പൂർണ്ണതയില്ലാത്ത ബന്ധക്കുസ്തക്കാരെ. അവർ ദൈവത്തെ പ്രതി ആരാധിക്കുകയാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി. തെറ്റല്ലത്, ആരാധനയല്ലത്. ആരാ നിന്റെ ധനം എന്ന ചോദ്യത്തിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പറഞ്ഞെങ്കിൽ പൊറുക്കണേ. മരിയൻ സിനിമ എന്നൊരു വലിയ സ്വപ്നത്തിലാടിയ 12 വർഷമായി, 16 വർഷമായി ഒരു മരിയൻ സിനിമ കേരളത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ കണ്ടമാനം ഉപവസിച്ച്. അങ്ങനെ എനിക്ക് ഷുഗറായി. ഇപ്പോൾ അതൊക്കെ അറിവില്ലായ്മയാണ്. 400 ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ച് ഉപേക്ഷിച്ച് 360 ആയപ്പോൾ എൻ്റെ കയ്യും കാലുമൊക്കെ അങ്ങ് ഓഞ്ഞു പോയി. എന്നിട്ട് വൈകുന്നേരം ചോറും കഞ്ഞിയും മീൻ വറുത്തതും പൊരിച്ചതും എല്ലാം കൂടെ വലിച്ചു വാരി തിന്ന് എനിക്ക് ഷുഗറായിപ്പോയി. അതായത് 2 നേരം കഴിക്കേണ്ടത് 3-ാം നേരം മൊത്തത്തോടെ മുപ്പറക്കോട്ടയ്ക്കകത്ത് എടുത്ത് തിന്ന്. അപ്പം എൻ്റെ വിചാരം ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ട് വില കൊടുത്ത് പള്ളി കയറി ഇരുന്ന് സ്തുതിക്കും ആരാധിക്കും എല്ലാം മരിയ സിനിമയ്ക്ക് അത്ഭുതകരമായി സമ്പത്തുണ്ടാകണം. കാരണം ഈ കേരളത്തിൽ തന്നെ വലിയ ശുശ്രൂഷകരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരു 10,000 പേർക്ക് തോന്നിയാൽ മരിയ സിനിമയാകും. ഈസിയായ കാര്യമാണ്. എൻ്റെ ആമേൻ ശുശ്രൂഷ തന്നെ 1000ങ്ങളാണ് കാണുന്നത്. അപ്പം മതി 2, 3, 4 വർഷം ഒരു ചുക്കും സംഭവിച്ചില്ല എന്നല്ല, കുറേ മനുഷ്യരൊക്കെ സഹായിച്ചു. എന്നാൽ ഈ ഭാഗം മറിയം എന്നെ പഠിപ്പിച്ചതിന് ശേഷം എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകളെ, ഞാൻ മനുഷ്യനാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മരിയ സിനിമയ്ക്ക് വഴി തുറക്കാൻ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ നിയന്ത്രിച്ചിട്ട് പറയും, കർത്താവേ, മരിയൻ സിനിമ എന്ന സ്വപ്നത്തിനും മേലെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. അത് നടക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ ആരാധിക്കുന്നു. അങ്ങാണ് എൻ്റെ ധനം. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പറഞ്ഞ തോതനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ മരിയൻ സിനിമയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ കരുതുന്ന ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൻ്റെ 4/1 കർത്താവ് നൽകി. കൊണ്ടുപിടിച്ച് 400 ദിവസം എന്നെ തന്നെ വെട്ടിയും പടച്ചും കർത്താവെ മരിയ സിനിമയ്ക്ക് വഴി തുറക്കണേ, ഹല്ലേലൂയ, നിന്നെ ആരാധിക്കുന്നു. അവിടെയെല്ലാം ഞാൻ എന്നെ തന്നെ വളർത്താൻ. സംഗതി ദൈവ ശുശ്രൂഷയാണ്, പക്ഷെ അങ്ങാണ് എൻ്റെ ധനം എന്നുള്ളുകൊണ്ട് പറയാൻ ശ്രമിച്ചു. ആളുകളോടും പറഞ്ഞു, മരിയ സിനിമ നടക്കുന്നില്ലെങ്കിലും തമ്പുരാനെ, എൻ്റെ ജീവിത സ്വപ്നത്തിനപ്പുറം ഞാൻ നിന്നെ ആരാധിക്കുന്നു. അങ്ങാണ് എൻ്റെ ധനം. അതിങ്ങനെ ജനത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പം തമ്പുരാൻ ഓരോ ദിവസവും
ഇതാണ് ആരാധനയുടെ. പക്ഷെ ഇത് പറഞ്ഞെത്താൻ എളുപ്പമല്ല. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോന്നറിയില്ല, പറഞ്ഞെങ്കിൽ പൊറുക്കണം. ഒന്നുകൂടെ പല ശുശ്രൂഷകൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ എളുപ്പമല്ല കേട്ടോ. ചില കാര്യങ്ങൾ ഒത്തിരി നല്ലതായിട്ട് തോന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഞാനെപ്പോഴും എൻ്റെ വീട്ടിലൊരു കാര്യം ഓർക്കും. ഞങ്ങൾ ചമ്പക്കുളത്ത് അനുഭവിച്ച വലിയൊരു വേദനയുണ്ട്. പണ്ടാണ് കേട്ടോ, 48 വർഷം മുമ്പത്തെ കാര്യമാണ്. എനിക്കിപ്പോൾ 56 വയസ്സ് കഴിയുന്നു. ഞങ്ങളുടെ വീട് വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടു. ചമ്പക്കുളം പള്ളിയുടെ നെല്ല് മോഷണം പോയി. മോഷ്ടാവിനെ പിടിച്ചു. പറഞ്ഞാണോ ഇവിടെ? നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കേട്ട് കാണാം, ക്ഷമിക്കണേ. മോഷ്ടാവിനെ പിടിച്ചു. മോഷ്ടാവിനോട് തൊണ്ടി മുതൽ ചോദിച്ചപ്പം ഒരു ചളിപ്പമില്ലാതെ പുള്ളി ഞങ്ങളുടെ വീടിൻ്റെ നേരെ കൈ ചൂണ്ടി. അങ്ങനെ സംഭവിച്ചതെന്നാ നിങ്ങൾക്ക് മനസ്സിലായോ? അച്ചാച്ചൻ പണ്ട് നെല്ല് പുഴുങ്ങി കുത്തിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ മനുഷ്യൻ ചമ്പക്കുളം പള്ളിയുടെ നെല്ല് മോഷ്ടിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വിറ്റു. അത് അമ്പലപ്പുഴയിലെ കഞ്ഞിപ്പാടത്തെ നെല്ലാണെന്നും പറഞ്ഞ് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി. പിന്നീട് കള്ളനെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനുഷ്യർക്ക് ഇത്രയും 40 വർഷം 48 വർഷം മുമ്പാണ്. അങ്ങനെയൊന്നും ചിന്ത വരത്തില്ലല്ലോ. തൊണ്ടി മുതൽ ഒതുക്കിയെന്നും പറഞ്ഞ് തുമ്പേച്ചിറക്കാർക്കെതിരെ ഭയങ്കരമായ ഒരു താങ്ങാനാവാത്ത ദുഷ്പേരായി. ഇപ്പം ചേട്ടൻ അച്ഛൻ അന്ന് സെമിനാരിയിലാണ്, പെങ്ങളന്ന് കന്യാസ്ത്രീ ബനാറസിലാണ്. ഭയങ്കരമായിട്ട് പറഞ്ഞ് അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെ ഒക്കെ കോണം പിടി കിട്ടി. ഇവനെയൊക്കെ ജനം മുഴുവൻ കാണുക, വിലങ്ങ് വെച്ച് നടത്തണം എന്ന് പറയുക മാത്രമല്ല, 40 മണി ആരാധനയുടെ ഒടുവിൽ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രി കതകി മുട്ടുന്ന കേട്ടിട്ട് അമ്മ വന്ന് തുറന്നപ്പം ഒരു 10-16 പോലീസ് തോമാച്ചനെ ഇങ്ങനെ ഇറക്കി വിടാൻ പറഞ്ഞ് അച്ഛനെ ജയിലിൽ കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് ഇറക്കി വിട്ടെങ്കിലും ഞങ്ങൾക്കൊന്നും താങ്ങത്തില്ലായിരുന്നു. ഒത്തിരി ദുഃഖിച്ചു. ഞങ്ങൾ വീട്ടിൽ ആഹാരം വയ്ക്കുന്നില്ല, ഞങ്ങൾ തളർന്നു പോയി. അപ്പം എൻ്റെ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു പഴയ ഭിത്തിയിൽ ചാരിയിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇല്ലടാ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടില്ല. ഞാൻ മുറുകെ പിടിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടില്ല. അപ്പം അമ്മ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാ, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കുടുംബം തകരാൻ സമ്മതിക്കില്ല. നിങ്ങളൊന്ന് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചവർക്ക് ഒരു സംശയം വരും, ഷാജിയച്ചാ അച്ഛൻ പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ ഇപ്പം നടന്നത്. കാരണം മോൻ്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന സമയമായപ്പം അമ്മച്ചി ദുഃഖത്തോടു കൂടി എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടത്തില്ല, ഞാൻ നിന്നെ ആരാധിക്കുന്നു, സ്വന്തം കാര്യത്തിന് വേണ്ടി തന്നെയല്ലേ ആരാധിച്ചതെന്നൊരു സംശയം ഉള്ളവരെന്ന് കരം ഉയർത്തിപ്പിടിക്കുക അല്ലേ? അയ്യോ സംശയമില്ലേ? സത്യവാശം ഉണ്ടാകേണ്ടതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ദൈവത്തെ ആരാധിച്ചാൽ മതിയെങ്കിൽ അവിടെ അമ്മ അങ്ങനെ പറയുന്നതിനകത്തൊരു ചെറിയ രസക്കേടുണ്ട്. ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ആരാധിച്ചാൽ മാത്രം മതി. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് മകൻ്റെ കയ്യിൽ വിലങ്ങ് വീഴാതിരിക്കാൻ നിയോഗം പോലും വെക്കണ്ട. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കുഞ്ഞു സംഭവം കൂടി പറയാം. അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞ് ബോധ്യം മനസ്സിലാകുന്നത്. അതെന്നാണെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ മക്കൾ 12, ഞാൻ 12ാമത്തെ ആളാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു രാവിലെ ഉച്ചയ്ക്ക് വന്ന് ഒരു ഫുഡ് കൊണ്ട് കാര്യം നടക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ മൂത്ത ചേട്ടന്മാർ 4 പേര് 5 പേര് കെട്ടി പിള്ളേരായി, അവർക്കൊക്കെ 2, 3, 4 പിള്ളേരായി. ഞങ്ങൾ 43 പേര് വരെയൊക്കെ വീട്ടിലുണ്ട്. അപ്പം ആരെക്കൊണ്ട് പറ്റും ഈ 43 പേർക്കും എളുപ്പം ഒരു ഇഡലിക്കിട്ടുകത്തിനൊക്കെ ഉണ്ടാക്കാവുന്ന ഇഡലിക്കൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ ഒരിടത്ത് കപ്പ വേവിക്കും, ഒരിടത്ത് ഇഡലി ഉണ്ടാക്കും, പിന്നെ കോരന് കുമ്പിളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ എനിക്ക് എന്നും കഞ്ഞി. ഈ കഞ്ഞിയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നാ ദേഷ്യമാണെന്നറിയാം. കാരണം ഈ പഴമൊഴി തന്നെ എന്നെപ്രതി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അവരെല്ലാം സീഡ കഴിക്കുക, ഇടിയപ്പം കഴിക്കുക, എനിക്ക് പഴങ്കഞ്ഞി. അയ്യോ, ഞാൻ കഞ്ഞിയെ തന്നെ വെറുത്തിട്ടുണ്ട് ആ കാലത്ത്. അപ്പം ഒരിക്കലും ഒരു ഐറ്റം കൊണ്ട് തികയത്തില്ല. പിന്നെ അമ്മച്ചി ഇടിയപ്പത്തിൻ്റെ വല്ലതും പകുതിയൊക്കെ കൊണ്ട് തരും. പണ്ടത്തെ ഇടിയപ്പമാണ്, ഇപ്പോഴത്തെ അല്ല. അതിനകത്ത് ഇങ്ങനെ നിങ്ങൾ പഴയ ഇടിയപ്പം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ അകത്ത് തേങ്ങാപ്പീരയൊക്കെ വെച്ച് ഇങ്ങനെ ഞെക്കി ഉണ്ടാക്കുന്ന ഇടിയപ്പം. അയ്യോ, അതൊക്കെ എന്തൊരു കാലമല്ലേ! അതൊക്കെ എന്നുണ്ടാകും, ഇനി പോയി, എല്ലാം പോയി. അപ്പം ദോശ ഉണ്ടാക്കുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ സമത്വമുള്ള ദിവസമാണ്. എന്നറിയാം, എല്ലാവർക്കും ദോശ കിട്ടും. കാരണം അത് 3 ചട്ടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു ഇടിയപ്പം പുട്ടകത്തിൽ മാറി മാറി ഉണ്ടാക്കാൻ സമയമെടുക്കും. ഇതാകുമ്പോൾ 3 ഇഷ്ടം പോലെ 11-12 മക്കളല്ലേ, 3 ചേച്ചിമാർ നിന്നങ്ങ് ദോശ ഉണ്ടാക്കും, എല്ലാവർക്കും ദോശ കിട്ടും. പക്ഷെ സമ്മന്തിയുടെ കാര്യം സ്വാഹ. എന്നറിയോ? ഒരു 3-4 തേങ്ങാക്കൂടലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന പറയപ്പെട്ടവരെ?
അപ്പോൾ ഈ അമ്മച്ചി അത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുട്ടനാട്ടിൽ നമുക്ക് മുഞ്ഞ ബാധിച്ച് എല്ലായിടത്തും മുഞ്ഞയോ ചാഴിയോ ഏതാണ്ട് ബാധിച്ചിട്ട് ഓരോ കണ്ടത്തിലും പോയി മരുന്നടിക്കുന്നതിന് പകരം ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് എല്ലായിടത്തും കൂടെ ഇങ്ങനെ മരുന്ന് തെളിച്ചു എന്ന് പറഞ്ഞ പോലെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ദോശയായിട്ട് ഞങ്ങളിരിക്കുമ്പം അമ്മച്ചിയുടെ ചമ്മന്തിത്തവി ഹെലികോപ്റ്റർ പോലെ ഒറ്റ പോക്കാ, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ ഒരു പകുതിയെങ്കിലും നനഞ്ഞ ഒരു ദോശ കഴിക്കാൻ പറ്റണേ. അപ്പോൾ ഇതായിരുന്നു പഴയ കാലത്തെ അനുഭവം. പക്ഷേ ഞാൻ 10ലും 9ലും ഒക്കെ ആയപ്പം സിറ്റുവേഷൻ മാറി. മൂത്തവർ 1-2 പേരൊക്കെ മിലിറ്ററിക്കാരൊക്കെ അവിടെയൊക്കെ ആയി. പിന്നെ രാവിലെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് കാപ്പിയൊന്നും കുടിക്കാതെ മറിയമ്മയും പാപ്പച്ചനും പോകും. അപ്പോൾ ഈ ആഹാരം കഴിച്ചിട്ട് പോകുന്നത് ഞാൻ മാത്രമായി, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇച്ചുകൂടെയൊക്കെ ഇത് ഫ്രീഡമായി. അപ്പോൾ അമ്മയ്ക്ക് വേണേൽ എന്നെ ചമ്മന്തിക്കകത്ത് കുളിപ്പിച്ചിട്ട് വിടാം, വലിയ ജോലി ടെൻഷനില്ല. അങ്ങനൊരു ദിവസം എന്നെ ഞാൻ അമ്മച്ചിയെ പള്ളി കൊണ്ടുപോകണം വെച്ചാൽ അലാറം വെക്കാൻ അമ്മച്ചിക്ക് അറിയത്തില്ല, ഞാൻ അലാറം വെച്ച് കൊണ്ടുപോകണം. ഒരിക്കലും അലാറം വെച്ച് ഇച്ചിരി എങ്ങാണ്ട് വൈകിപ്പോയി. അമ്മച്ചി കുറേ ബഹളം ആരംഭിച്ചു, നിന്നോട് മല മറിക്കാണെന്നും പറഞ്ഞില്ലല്ലോ, നിന്നെ എടുത്തപ്പൊങ്ങാത്ത ജോലിയൊന്നും പറഞ്ഞില്ല, അലാറം ഒന്ന് വെച്ചാൽ പോരെ, നിനക്കൊക്കെ എന്നാ ചെയ്യുന്ന, മുക്കറ്റം തിന്നിട്ട് കിടന്നുറങ്ങും, അലാറം മനുഷ്യനിവിടെ 5 മണിയാകുമ്പോഴത്തേന് ഉണർന്നിരിക്കുക എന്നാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പോരെ. അമ്മച്ചിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ അപ്പം ഞാൻ എൻ്റെ അമ്മച്ചി വിഷമിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മച്ചിക്ക് കയ്യിൽ ഇടയ്ക്ക് പിടിക്കണം, അതായത് വെച്ച് പോകും. അപ്പോൾ കുർബാനയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓടി അടുക്കളയിൽ ചെന്നപ്പോൾ നല്ല ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചമ്മന്തിക്ക് നല്ല മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ചമ്മന്തി അല്ല ഞാൻ ഉദ്ദേശിച്ച്, പണ്ട് ഇപ്പം ഗുംഭുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മിക്സിക്കകത്ത് തുപ്പി വരുന്ന ചമ്മന്തി. പണ്ട് അമ്മച്ചിയുടെ വിയർപ്പം എന്നാ ടേസ്റ്റല്ല. നമ്മളിങ്ങനെ 3-ാം സ്വർഗത്തിലോട്ട് ആ ചമ്മന്തി മാത്രം കൂട്ടിയാൽ മതി, പറന്നങ്ങ് പോകും. അപ്പം അമ്മച്ചി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പള്ളിയിൽ ചെന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി, ഇച്ചിരി വൈകിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ് വന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഓടി വന്നിട്ട് അപ്പച്ചപ്പൻ്റെ അടുത്ത് വന്നിരുന്നിങ്ങനെ ഇരിക്കുകയാണ്. അമ്മച്ചിയെ കാണുന്നില്ല, പിന്നെയും കാണുന്നില്ല, അടുത്ത് വീണോന്നൊന്നും അറിയത്തില്ല. 2ാമത്തെ കുർബാന കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇളയമ്മയൊക്കെ പോകുന്നു. അപ്പോൾ ഇളയമ്മയ്ക്ക് ഇച്ചിരി ആരോഗ്യമുണ്ട്. ഇളയമ്മ അമ്മച്ചിയെ കണ്ടോ? ഇല്ല. ഇവിടെ 1ാമത്തെ കുർബാനയ്ക്കല്ലേ എൻ്റെ ഷാജിമോനെ അമ്മച്ചി ചെടുത്തി പോണേ. ഞാൻ പറഞ്ഞു അതെ, ഞങ്ങൾ 1ാമത്തെ കുർബാനയ്ക്ക് പോയതാ. ആശുപത്രിയിൽ എങ്ങനെ ഇനി രോഗീ സന്ദർശനം? അതിനൊന്നും അങ്ങനെ പോകത്തില്ല, ഞാനില്ല, പോകത്തില്ലല്ലോ. ഞാൻ തേച്ചെടുത്തി കണ്ടു, തേച്ചെടുത്തി അമ്മച്ചിയെ കണ്ടോ? ഇല്ല. ഇങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ നോക്കിയപ്പം പാലം ഇറങ്ങി വിട്ട് കുണുങ്ങി അമ്മച്ചി പുറകെ വരുന്നുണ്ട്. എനിക്ക് ദേഷ്യവും വിശപ്പും എല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടെ പോയി കിടക്കുകയായിരുന്നു? അമ്മച്ചി അതേ നാളത്തെ നീ എന്നോട് വഴക്കടിക്കാൻ നീ വരണ്ട കേട്ടോ, നിന്റെ കുറ്റമാണ്. ഞാൻ എന്നെ എടുത്ത് നിന്റെ കുറ്റം ആലോചിച്ച് നോക്ക്, എപ്പോഴാണ് നമ്മളിന്ന് കുർബാനയ്ക്ക് എന്നത്? ഞാൻ പറഞ്ഞൊരു 5-6 മിനിറ്റ് വൈകി. ബാക്കി കുർബാന നീ എല്ലി തരുവോളാ. ഞാൻ 2ാമത്തെ കുർബാനയും കൂടെ കൂടിയിട്ടാണ് വരുന്നെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ കുഞ്ഞുനാളിൽ അമ്മയുടെ 12ാമത്തെ ചെറുക്കന് ഇഷ്ടപ്പെട്ടത് പലതും കൊടുക്കാൻ പറ്റിയില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അപ്പം പലപ്പോഴും ഇഷ്ടപ്പെട്ട ആഹാരത്തിന് കരഞ്ഞപ്പോഴും മറ്റും ഈ വലിയ 10-40 പേർക്കിടയിൽ മൂത്തവരെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പലപ്പോഴും കഞ്ഞിയൊക്കെ തരാൻ പറ്റിയിട്ടുള്ളതെന്ന് അമ്മയ്ക്കറിയാം. ഇന്ന് അവന് വേണമെങ്കിൽ ഇഷ്ടം പോലെ കൊടുത്തു വിടാവുന്ന സമയമാണ്. തമ്പുരാനെ, അവന് ഉറങ്ങിപ്പോയി, ഇച്ചിരി വൈകിപ്പോയി, എന്നാലും എൻ്റെ കുഞ്ഞിന് പോയി ഇനി എല്ലാം കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയുടെ 12ാമത്തെ കുഞ്ഞിനോടുള്ള വാത്സല്യം ആ അമ്മയുടെ ഹൃദയത്തിൽ തുളുമ്പി നിൽക്കവേ she subordinated that urge to that of worship. ആരാധനയുടെ കീഴെ കൊണ്ടുപോയി വെച്ചു. നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇതാണ് എല്ലാത്തിനും മേലെ ആരാധന. നിങ്ങൾക്ക് പിടി കിട്ടിയോ? കർത്താവ് പിണങ്ങോ? ഒരിക്കലും പിണങ്ങത്തില്ല. അന്ന് എനിക്ക് തന്നിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് സ്നേഹം കൂടിയാനേ. അമ്മയുടെ തമ്പുരാനെ ഇച്ചിരി വൈകിപ്പോൾ, എന്നാൽ ഇനി ഞാൻ കൊച്ചിന് പോയി എല്ലാം ഉണ്ടാക്കി കൊടുക്കട്ടെ, അവന് നല്ല കാലത്ത് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. തമ്പുരാന് പോലും ഇഷ്ടമാകും. എന്നാൽ ആ വാത്സല്യത്തെ ദൈവാരാധനയ്ക്ക് മുമ്പിൽ 2ാമതാക്കി മാറ്റി. പിടി കിട്ടിയോ? ഈ അമ്മയാണ് പറഞ്ഞത്, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ ചെറുക്കൻ്റെ കയ്യിൽ വിലങ്ങിടുകയില്ല. 2 കരങ്ങളും ഉയർത്തി പറയൂ ഹല്ലേലൂയ. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ വിലങ്ങിട്ടില്ല. പറയപ്പെട്ടവരെ, വിലങ്ങിട്ടില്ലെന്നുള്ളതല്ല അത്ഭുതം. അതിനകത്ത് ഞങ്ങൾ വലിയ ഓഫീസറെ കാണാൻ പോയിരുന്നു, അന്നത്തെ ഈപ്പം കണ്ടക്കൂടിയെ കാണാൻ പോയിരുന്നു, അവരുടെയൊക്കെ സ്വാധീനം കാണാം. പക്ഷെ മിറക്കിൾ അതൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ഹൃദയം തുറന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഈ നൂറ്റാണ്ടിൽ പോലും പള്ളിയുമായിട്ടൊരു കേസിലോ ഭാരത്തിലോ ഒക്കെ വന്നൊരു വീടിനെ ഒറ്റപ്പെടുത്തിയാൽ ആ ദുഷ്പേര് അങ്ങ് പെട്ടെന്ന് മാഞ്ഞു പോകുമോ? പറ മാഞ്ഞു പോകുമോ? ഇല്ലയോ?
ഇല്ല. അപ്പൊ പിന്നെ 48 വർഷം മുമ്പ് മനുഷ്യൻ കുറെ കൂടെയൊക്കെ മനസ്സിലാക്കാഞ്ഞ കാലത്ത് പള്ളിയുടെ നെല്ല് കട്ടവരെന്നറിയപ്പെട്ടവരാണ് ഞങ്ങൾ. നിങ്ങൾ ഇന്ന് ചമ്പക്കുളത്ത് പോയി അന്വേഷിക്കുക. മനുഷ്യന്റെ ഓർമ്മയിൽ നിന്നും ദൈവം അതെടുത്തു മാറ്റി. ഞാൻ പറയട്ടെ, പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണേ. 4ാം ക്ലാസ് പഠിക്കാത്ത എൻ്റെ അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ചോരയിൽ പിറന്ന, എൻ്റെ അർഹതയില്ലാത്ത, ദൈവത്തിൻ്റെ കരുണയാണ്, ഗാനങ്ങളിലൂടെ ഇന്ന് കേരളത്തിൽ എത്രയോ ലക്ഷങ്ങൾക്ക് എന്നെ അറിയത്തില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പാട്ടുകളുടെ പേരിൽ തുമ്പേച്ചറ എന്ന വീട്ടുപേര് കർത്താവ് ഉറപ്പിച്ചു നിർത്തി. സഫാനിയ 3:19 ഞാൻ നിന്റെ ലജ്ജയെ സ്തുതിയും ലോകം മുഴുവൻ പരക്കുന്ന കീർത്തിയുമാക്കി മാറ്റും. ഇതല്ലാത്ത എന്ത് റീസണാണ് പ്രിയപ്പെട്ടവരെ? അലസനായിരുന്ന, വടിവച്ചെടുത്ത് കൊടവയ്ക്കാത്ത എന്നിലൂടെ പിറന്ന, സംഗീതം അറിയാമെങ്കിൽ കുഴപ്പമില്ല, പിറന്ന പാട്ടുകളുടെ എണ്ണം എനിക്ക് പോലും അറിയില്ല, അവയിലൂടെ കേരളത്തിലെ ചെറുപ്പം ഇപ്പോഴത്തെ ന്യൂജന് പോലും അത്യാവശ്യം അറിയാവുന്ന രീതിയിൽ തമ്പുരാൻ ആ കുടുംബ പേരിനെ ഉയർത്തി. എൻ്റെ ഗുണമല്ല, ദൈവത്തെ എല്ലാത്തിലും അപ്പുറം ആരാധിച്ചു. ആ മഹിമ അല്ലാതെ നിങ്ങൾ റീസൺ പറ. 5, 8, 10 പാട്ടോ അങ്ങനെയാണോ സംഭവിച്ചത്? നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ വായിലുള്ള എത്രയോ പാട്ടുകൾ, നിങ്ങൾക്ക് പോലും എന്നെ അടുപ്പമൊന്നുമില്ലെങ്കിലും നിങ്ങളിൽ തന്നെ 10-45 പേരെങ്കിലും എൻ്റെ പേര് കേട്ടിട്ടില്ലേ? അതേ ഗുണം നമ്മുടെ പള്ളികളൊന്ന് ഗുണിച്ച് എത്രയോ ലക്ഷങ്ങൾക്ക്. വലിപ്പം ദൈവത്തിനായിരിക്കട്ടെ. എന്നോടുള്ള വാത്സല്യത്തെ പോലും അവഗണിച്ച് ഇടദിവസത്തെ പോലും ദൈവത്തെ ആരാധിച്ചു. 2 കരങ്ങളും ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഈ ആരാധന, ആ കൊടുത്ത മഹിമയെല്ലാം തമ്പുരാൻ അർഹതയില്ലാതെ തന്നു. ഞാൻ അനുഭവിച്ചിടത്തോളം ഹസാഡ്സ് അനുഭവിച്ച ഒരു വൈദികൻ ചങ്ങനാശ്ശേരിയിൽ കുറവായിരിക്കും. ഒരുപാട് ഹസാഡ്സ്. പക്ഷേ ദൈവം ഗ്ലോറിയെ തൊട്ടിട്ടില്ല. ഈ 3.5 വർഷങ്ങൾക്കിടയിൽ കോവിഡിന് പോലും, ഞാൻ പുറത്തായിരുന്നു കോവിഡിൻ്റെ സമയത്ത്, കോവിഡിന് പോലും ധ്യാനങ്ങൾ കേരളത്തിൽ ഏറ്റവും ചെയ്യാൻ ഭാഗ്യം കിട്ടി. ഈ കഴിഞ്ഞ 3.5 ആഴ്ചയായിട്ട് ഇച്ചിരി ധ്യാനങ്ങൾ കുറവായിരുന്നു. കുറച്ച് നന്നായി, കാരണം വലിയൊരു ആൽബം ചെയ്യാത് അതൊരു വിധത്തിൽ ഇല്ലാഞ്ഞോ നന്നായി, അല്ലെങ്കിൽ ആ ജോലികൾ പെൻഡിങ് ആയിപ്പോയേനെ. പക്ഷെ ഇപ്പം വീണ്ടും ധ്യാനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ എൻ്റെ ഒരു കളത്രയില്ല, നമ്മുടെ മണ്ണിൽ ഒരു കുടുംബ ധ്യാനം ചെയ്യണമെന്നൊരു കൊതിയാണ്, എനിക്ക് ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. ദൈവഹിതമായിട്ടുള്ളപ്പം ഒരു സമ്പൂർണ്ണ ധ്യാനം ചെയ്യാൻ ഈശോയുടെ വരുത്തട്ടെ. ദൈവത്തിൻ്റെ കരുണയിൽ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഒരിക്കൽ പോലും അർഹതയില്ലാഞ്ഞ കാര്യമാണ്. അതെങ്ങനെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? പോട്ടെ, 4ാം ക്ലാസ് തൊട്ട് മ്യൂസിക് പഠിച്ചു, ഇല്ലെങ്കിൽ പോട്ടെ എല്ലാവരെയും പോലെ കുറച്ച് പാട്ടൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് 5, 10, 40, 16 പാട്ട്. എത്ര മനുഷ്യരെ കാണുന്നു വെച്ചോ, എനിക്ക് കുറേ പാട്ട് കിട്ടി. എത്രയാണ് 10? ഞാൻ 3000, 4000 ക്രോസ് ചെയ്തു. എൻ്റെ ആദ്യത്തെ പാട്ടുകളുടെ വരിയൊക്കെ മറക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഒട്ടും പഠിക്കാത്ത ഒരു അപ്പൻ്റെയും അമ്മയുടെയും ആരാധനയെ പ്രതി കുടുംബത്തെ സുസ്ഥിരമാക്കി. എത്ര കാലമെടുക്കും പ്രിയപ്പെട്ടവരെ? കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഞാൻ മരിച്ചാലും തമ്പുരാൻ കരുണയിൽ, നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നുള്ള പാട്ട് ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പം ഗൂഗിൾ പറയും അത് ഷാജി തുമ്പേച്ചറച്ചൻ്റെ ആണെന്ന്. നമ്മുടെ തലമുറകൾ കഴിഞ്ഞാലും ഇതിനെന്തുത്തരം നിങ്ങൾ പറയും? ആരാ നിന്റെ ധനം? ഒരമ്മയുടെ, പാവപ്പെട്ട ഒരമ്മ എല്ലാത്തിനും ഉപരി ദൈവത്തെ ആരാധിച്ചത്. അതിൻ്റെ 12 പിള്ളേരിലും അധികം. ചിലപ്പോൾ നിങ്ങൾക്ക് തമാശ പോലെ തോന്നാം, പക്ഷെ നിങ്ങൾ വളരെ ഗൗരവത്തിൽ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞാനീ പറയുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞു കേട്ടതാണേ ഒന്ന് കൈ പൊക്കണേ. മനുഷ്യനല്ലേ, തീർച്ചയായിട്ടും റിപ്പീറ്റേഷൻ വരുവേ. അതുകൊണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും കേട്ടത് ഇവിടെ പറഞ്ഞതാണെങ്കിൽ ഞാൻ പറയത്തില്ല കേട്ടോ. എന്നോട് കരുണ കാണിക്കണം. ആരാധനയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. എൻ്റെ വീട്ടിൽ കുഞ്ഞ് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന പിടി കിട്ടും കേട്ടോ. ഒരു കളിപ്പാട്ട് ഒന്നും ഇല്ലാഞ്ഞ ബാല്യമാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കരുണ കാണിക്കണേ. അപ്പം എനിക്ക് കുഞ്ഞുനാളിൽ കളിപ്പാട്ടമൊന്നുമില്ല.
കളിപ്പാട്ടം കാണാനുമില്ല. അപ്പുറേ ആശാരി കുടുംബങ്ങളിൽ അവരിങ്ങനെ വണ്ടിച്ചക്രം ഉണ്ടാക്കി ഉരുട്ടിക്കൊണ്ട് നടക്കുന്നതാണ്. അല്ല ഒന്നും എനിക്ക് കളിപ്പാട്ടമില്ല. ഞാനൊരു കളിപ്പാട്ടം കണ്ടിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലാണ്. ഞെക്കുമ്പോൾ തുപ്പുന്ന ഒരു പാവ. അത് തരാൻ വേണ്ടി ജോസഫൂട്ടി അതെനിക്ക് തരാമെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലോട്ട് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഒരൊറ്റ ഞെക്കും എൻ്റെ മോന്തക്കിട്ട് തുപ്പും ആ പാവ. അപ്പം അങ്ങനെ ബാല്യം ഇങ്ങനെ ഇപ്പോൾ ഒരു കളിപ്പാവയൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അയ്യോ, ഞാനിവിടെ മലപ്പുറത്ത് ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു വീട്ടിൽ കയറി ചെന്നപ്പം അവരുടെ സ്വീകരണ മുറി, അവരുടെ ലോബി തന്നെ നമ്മുടെ ഈ പള്ളിയുടെ മൊത്തം വലിപ്പമാണ്. അവിടുത്തെ ഒരു ചേട്ടനെ തപ്പി ഞാൻ കയറി ബെല്ലടിച്ച് കയറി ചെന്നപ്പോൾ മൂലയ്ക്കൊന്ന് ഭൂന്ന് മുറി ഒരു ചെറുക്കണം വണ്ടിയെ വരുന്നു. അയ്യോ, എൻ്റെ നല്ല ജീവൻ പോയി. അവൻ്റെ കളിപ്പാട്ടം അതീയോ ബെൻസുകാർ പോലൊരു കാറെ ഓടിച്ചുകൊണ്ട് വരുന്നു. ഞാനപ്പോൾ ഓർത്ത് ദൈവമേ, പണ്ടൊരു കളിപ്പാവ് പോലും ഇല്ലായിരുന്നു. ഞാനപ്പോൾ ഓർക്കും ഈ എന്നെയൊക്കെ ശരിക്കും പറഞ്ഞ കളിപ്പാവയല്ല കളിപ്പിക്കുകയായിരുന്നു അച്ചാച്ചനെ അമ്മച്ചി. എന്നറിയോ, അയ്യോ ഇഷ്ടം പോലെ ആൾക്കാരാണല്ലോ അന്ന് വീട്ടിൽ. അപ്പോൾ അപ്പുറം ഇപ്പുറം ഓരോരുത്തർ വന്നത് അച്ഛനിരുന്ന് ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുക. അന്ന് എന്നെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെന്നെ കൊണ്ട് പറയിക്കും കാക്ക പറ. ഞാൻ പറയും കാക്ക പറ. പറഞ്ഞാൽ മറിയുമ പറയും കോഴി പറ. ഞാൻ പറയും കോഴി പറ. എനിക്ക് വല്ലതും അറിയാമോ? എൻ്റെ പാപ്പച്ചൻ പറയും തത്തമ്മ പറ. ഞാൻ പറയും തത്തമ്മ പറ. അതിൻ്റെ ഇടയ്ക്കൂടെ മറിയുമ പറയും അച്ചാച്ചൻ പറ. ഞാൻ അച്ചാച്ചൻ പറക്കുമെന്നല്ല, ഞാൻ പറയും അച്ചാച്ചൻ പറ. പറഞ്ഞാൽ ഇവരങ്ങോട്ടും അച്ചാച്ചൻ പറക്കത്തില്ലേ, അയ്യേ വാവേ അച്ചാച്ചൻ പായി. എനിക്ക് തോന്നി ഇവരാണോ കളിക്കുന്നത്, ഞാനാണോ കളിക്കുന്നത്? ഇവർ തന്നെ കുത്തിക്കിടന്ന് ചിരിക്കുന്നു മറിയുന്നുമല്ല. പിന്നെയും വാവേ കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തത്ത പറ, കുരുവി പറ, മാടത്ത പറ. എൻ്റെ ഇടയ്ക്കൂടെ പറയും അമ്മച്ചി പറ. അപ്പം ഞാൻ അറിയാതെ കയറി അമ്മച്ചി പറ എന്ന് പറയും. ഇവർ ചിരിയോട് ചിരിയാ. അതായത് ഇതിൻ്റെ അർത്ഥം അമ്മച്ചി പറക്കില്ല, അച്ചായൻ പറക്കില്ല. കുരുവി പറക്കും, തത്തമ്മ പറക്കും, അച്ചായൻ പറക്കില്ല. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞ് പങ്കുവയ്ക്കലോട് തീർക്കാൻ ശ്രദ്ധിച്ചു കേട്ടെ. എന്നെ പള്ളി കൊണ്ടുവന്നത് അച്ചായന. അത് അച്ചായൻ്റെ കഷ്ടകാലത്തിന്, അതായത് ഭയങ്കര കുസൃതിയല്ലേ, നമ്മളെല്ലാം കുസൃതി ആയിരുന്നല്ലോ. അപ്പം ഞായറാഴ്ച വരാൻ പാർത്തിരുന്നു, ഉള്ളം പാർത്തിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഞായറാഴ്ചയാണ് ആകെ കൂടെ പോത്തിറച്ചി വാങ്ങുന്നത്. അത് അമ്മച്ചി വലിച്ചു നീട്ടി വ്യാഴാഴ്ച വരെ തരും. വറുത്തും പൊരിച്ചും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കഷ്ണമൊക്കെ കിട്ടുന്നു, അതും ചോറുമായിട്ട് ഇങ്ങനെ പിച്ച് പറിച്ച് കഴിക്കും. വെള്ളിയാഴ്ച ഉപവാസ ദിവസമാണ്. ശനിയാഴ്ച പിന്നെയും അടുത്ത ഞായറാഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിപ്പാണ്, അന്ന് ഇറച്ചി വാങ്ങും. അപ്പോൾ ശരിക്കും ഈ ഞായറാഴ്ച ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് കലണ്ടർ നോക്കിയിട്ടല്ല. ഇതൊരു പച്ച പരമാർത്ഥമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴും വന്ന് എൻ്റെ മുറി നോക്കാം, ഞാൻ കലണ്ടർ ഉപയോഗിക്കില്ല. സത്യമായ കാര്യമാണ്. ഞാൻ ഞായറാഴ്ച തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അപ്പൻ ലുങ്കിയും കൈലി മാത്രം ഉടുക്കുന്ന അച്ചാച്ചൻ, വല്ലോ കല്യാണ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് ഒരു ബനിയനിടും. എൻ്റെ അച്ചാച്ചൻ ഷർട്ടും വെള്ളമുണ്ടും ഇടുന്നത് ഞായറാഴ്ചയാണ്. നല്ലപോലെ അണിഞ്ഞൊരുങ്ങി വരും. അത് കാണുമ്പം ഞാൻ അറിയും ഞായറാഴ്ചയാണെന്ന്. വെറും കടയിലിരിക്കുന്ന അപ്പന, ചെറിയ പലചരക്ക് കടയാണ്. ശ്രദ്ധിക്കണം, എന്നെയും കൊണ്ട് അച്ചാച്ചൻ പള്ളിയിൽ പോകുന്ന വഴിക്ക് അപ്പൻ്റെ ചങ്ക് വായി വരും. അപ്പം അങ്ങ് പാലങ്ങൾ ഒത്തിരിയുള്ള കാലമാണ്. പാലം കയറണം, പിന്നെ പാലം കയറണം. പാലത്തെ കയറുമ്പോൾ ഭയങ്കര കുസൃതിയാണ്. പുല്ലയിലൊരു തുമ്പി ഇരിക്കുന്ന കാണുന്ന അങ്ങ് എടുത്ത് തുമ്പിയെന്നും പറഞ്ഞ് അങ്ങ് ചാടാൻ പോയേക്കുക. അപ്പം നമ്മളെ പിടിച്ച് നിർത്തിയില്ലെങ്കിൽ അപ്പനോടെ വെള്ളത്തിൽ പോകും. അങ്ങനെ ശരിക്കും പള്ളി വരെ എത്തുമ്പം എൻ്റെ ദൈവമേ, അപ്പൻ്റെ ചങ്ക് വായു. അപ്പം ഇങ്ങനെ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കും. എന്നിട്ട് ഇനിയും എന്നെ സഹിക്കാനുള്ള കരുത്ത് അപ്പനില്ല. എൻ്റെ അപ്പൻ അമ്മയുടെ അടുത്തേക്ക് ഉന്തി വിടും. ബാക്കി മുഴുവൻ കുസൃതി അമ്മയുടെ അടുത്താണ്. എന്നറിയോ, അന്നത്തെ ഓരോ കളിയൊക്കെ അമ്മയുടെ തള്ളവരലെ ഉപ്പൂറ്റ് കുത്തി കിടന്നുകൊണ്ട് കിങ്ങിണി ആടുക. അമ്മച്ചിയുടെ കയ്യെ പിടിച്ചേ പള്ളിയിലേ അമ്മച്ചി ഞൊറിഞ്ഞു വെച്ചിരിക്കുന്ന മുണ്ടിനകത്തോടെ ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുക. അമ്മച്ചിയുടെ പള്ളിമണി ഞാന്തി കിടക്കുന്ന പോലെ അമ്മച്ചിയുടെ കഴുത്തിൽ നിന്ന് ഞാന്തി കിടക്കുന്ന വലിയ ബന്ധിങ്ങ തൂങ്ങിക്കിടന്ന് കളിക്കുക. ഇത് തന്നെ പരിപാടി പറയപ്പെട്ടവരെ. അപ്പം അമ്മ ഈ അലമ്പിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ കുഞ്ഞുനാളിൽ അലമ്പിൻ്റെ ഇടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിങ്ങനെ തട്ടിയിട്ട് എൻ്റെ പൊന്ന് ചേർക്കാൻ നിൻ്റെ ഞാനെങ്കിൽ ഇവിടെ പൊന്നു കുഞ്ഞ് ഞാൻ പായസം വെച്ച് തരാടാ, നീ ഒന്ന് അടങ്ങി നിന്നാടാ, പൊന്നു കുഞ്ഞ് നിൻ്റെ കൂട്ടുകാരൻ നിൽക്കുന്നത് കണ്ടോടാ. ഞാൻ അച്ചാച്ചനോട് പറയും കേട്ടോ, ഇവൻ്റെ കാര്യം ഞാൻ
ചെറുക്കം അങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങനെ ആരാധനയുടെ മുഴുവൻ സമയവും അൾത്താരയിൽ നിന്ന് മിഴിയെടുക്കാതെ, എന്നെ തട്ടിയും മുട്ടിയും താലോലിച്ചും എന്നെ വേദനിപ്പിക്കാതെ, ആരാധനയിൽ നിന്ന് ചങ്കെടുക്കാതെ, ആത്മീയ നിർവൃതിയുടെ നടുവിൽ നിൽക്കുമ്പോൾ എന്നെ ആരാധനയിലേക്ക് കൊണ്ടുവരാൻ തിടുക്കം കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ അമ്മ അല്പം നേരത്തെ സ്വരത്തിൽ പറഞ്ഞ് ചെറുക്ക നീ ഒന്ന് നോക്കിക്കേ, അത് നമ്മുടെ കർത്താവാ. ഒരിക്കൽ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ നല്ല ബോധത്തിന് ഞാൻ അൾത്താരയിലേക്ക് നോക്കുമ്പം ഞാനൊരു മധുര മനോഹര കാഴ്ച കാണുകയാണ്. ഞങ്ങളുടെ നടുവിൽ എല്ലാവരെക്കാൾ പൊക്കത്തിൽ, ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന അമ്മയേക്കാൾ പൊക്കത്തിൽ 3 പടികൾക്ക് മുകളിൽ വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന അച്ഛനേക്കാൾ പൊക്കത്തിൽ, അച്ഛൻ്റെ വിരലുകൾക്ക് മീതെ തൊട്ടില്ലെന്ന വിധത്തിൽ ചിറക് വിടർത്തി നിൽക്കുന്ന ഒരു തൂവെള്ള വെള്ളരിപ്രാവിനെ പോലെ ഒരു വലിയ അപ്പം നിൽക്കുന്നു. ചിറക് വിടർത്തി നിൽക്കുന്ന ഒരു വെള്ളരിപ്രാവിനെ പോലെ ഒരപ്പം. എൻ്റെ അമ്മ, ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നവൾ പറഞ്ഞു, അത് നിന്റെ കർത്താവാണ്. എൻ്റെ മനസ്സിൽ ആ രൂപം നിൽപ്പുണ്ട്. എല്ലാത്തിനും മേലെ കത്തി നിൽക്കുന്ന ഒരപ്പം, പറന്നു നിൽക്കുന്ന അച്ഛനിങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിക്കുണ്ട്. ഇങ്ങനെ വിരലിൻ്റെ മീത് ഇങ്ങനെ തൊടാതെ തൊട്ട് നിൽക്കുന്ന, പറന്നു നിൽക്കുന്ന ഒരു പ്രാവ് പോലൊരപ്പം. പെട്ടെന്ന് ഞാൻ ഓർത്തു, ദൈവമേ, എൻ്റെ ബാല്യത്തിൽ എൻ്റെ പാപ്പച്ചനും എൻ്റെ മറിയുമയൊക്കെ പറഞ്ഞു, കുരുവി പറക്കും, പ്രാവ് പറക്കും, തത്തമ്മ പറക്കും, അച്ഛൻ പറക്കുമെന്ന് പറയല്ലേ, മണ്ടത്തരവാ. അമ്മ പറക്കുമെന്ന് പറയല്ലേ, പോഷത്തരവാ. എന്നാൽ എൻ്റെ അമ്മ പറയുന്നു, അത് നിന്റെ കർത്താവാണ്. ഞാൻ കാണുന്നത് പറന്നുയർന്നു നിൽക്കുന്ന ഒരപ്പം. എൻ്റെ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ എൻ്റെ ആത്മാവിലുറച്ച ഒരു സത്യമാണ്. നിന്റെ ദൈവം, നിന്റെ കർത്താവ് പറക്കുന്നവനാണെങ്കിൽ അവനെ ആരാധിക്കുന്നവനും പറക്കും. ആ കുടുംബം പറക്കും. അവനെ ആരാധിച്ചാൽ മാത്രം മതി, നീ പറക്കും. അവനെ ഇവിടെ 33 വയസ്സ് വരെ ഒരുപാട് കരഞ്ഞയാളാണ് ഞാൻ. പിന്നീട് കരയാൻ കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അത്രയും കരഞ്ഞിട്ടില്ല. കാരണം അവനെ ആരാധിക്കുന്നവൻ പറക്കുമെന്നത് എൻ്റെ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പതിഞ്ഞതാണ്. അതുകൊണ്ടാണ് അന്നങ്ങനെ എഴുതി വെച്ചത്. കുഞ്ഞുനാൾ മുതലൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമാണ് നീ. നിന്നെ ആരാധിക്കുന്നവൻ നിന്നെപ്പോലെ പറക്കും. അവനെ ആരാധിക്കുന്ന കുടുംബം സുസ്ഥിരമാകും. നമുക്ക് വചനത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ അറ്റമാണ് നമ്മൾ തീർത്തത്. പിന്നെ വിളിക്കുമ്പോൾ ഓർത്തിരുന്ന് അടുത്ത ഭാഗമോ ഇതിൻ്റെ ബാക്കിയോ ഞാൻ പറയാം. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. ഞാൻ മണിയച്ചനെയും ഇതിനച്ഛനെയും കൊച്ചച്ചന്മാരെയും നമ്മുടെ ശുശ്രൂഷകരെയും പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഈ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു നൈജു, MBA ബിരുദധാരിയായ ജിബിൻ, 2 പേരെയും നിങ്ങൾ ഓർക്കണം. അവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകാൻ വേണ്ടി, മരിയൻ സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഒത്തിരി ഓടിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. ദൈവം കൂടെ ആയിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് കഴിഞ്ഞ ഉടനെ ധ്യാനത്തിന് വേണ്ടി ഏതാണ്ട് കൊല്ലം സൈഡിലേക്ക് പോവുകയാണ്. അതൊരു വലിയ ശുശ്രൂഷയാകാൻ പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.